എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എയർ കണ്ടീഷണർ അഥവാ AC ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെ ഉപയോഗിച്ചാലാണ് നമുക്ക് മാക്സിമം കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുക, അതേസമയം നമുക്ക് എന്ത് ചെയ്യണം, കൂളിംഗ് പരമാവധി കിട്ടുകയും വേണം. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ട് നമ്മൾ 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, പണ്ടൊക്കെ AC എന്ന് പറയുന്നത് ഒരു ആഡംബര വസ്തുവായിരുന്നു. ഇന്ന് AC എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ സാധാരണ നമ്മൾ 1 ടൺ AC, 1.5, 2 ടൺ ഇങ്ങനെ പല കപ്പാസിറ്റിയുള്ള ACകളുണ്ട്. 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3517 വാട്ട്സാണ് വരിക. അപ്പോൾ 1 ടൺ AC നമ്മൾ ഒരു റൂമിൽ 1 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് കറണ്ട് ആവും? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ 1 ടൺ AC നമ്മൾ റൂമിൽ വെക്കുന്ന സമയത്ത് ആ റൂമിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 100 മുതൽ 120, 130 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയുള്ള ഒരു റൂമാണെങ്കിൽ ആ റൂമിലേക്ക് 1 ടണ്ണിൻ്റെ AC ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റൂം നമ്മൾ പരിഗണിക്കുമ്പോൾ ആ റൂമിലെ എല്ലാ ജനലുകളും വാതിലും അതേപോലെ തന്നെ മറ്റ് ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടച്ചിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ ആ റൂമിൽ എത്ര ആളുകളുണ്ട്, ഇപ്പം നമ്മൾ ബെഡ്റൂമാണ് വെച്ചാൽ എത്ര ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്, 2 3 ആ ആളുകളുടെ എണ്ണവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ACയുടെ കപ്പാസിറ്റി, അതേപോലെ തന്നെ റൂമിൻ്റെ സൈസ്, ഡോറുകളും അതേമാതിരി തന്നെ ഹോൾസൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണ് അത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം എല്ലാ ഘടകങ്ങളെയും നമ്മൾ നോക്കിയിട്ടാണ് നമുക്ക് എത്ര യൂണിറ്റ് കറണ്ട് എടുക്കുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. സാധാരണയായിട്ട് ഇപ്പം നമ്മൾ 1 ടൺ AC ഒക്കെ നമ്മൾ 1 മണിക്കൂർ ഒരു ശരാശരി ഒരു റൂമിൽ വെച്ച് കഴിഞ്ഞാൽ 1 യൂണിറ്റിന് മുകളിലാണ് കറണ്ട് എടുക്കുക. അതന്നെ നമുക്കറിയാം, ഇൻവെർട്ടർ AC ഉണ്ട്, സ്റ്റാർ റേറ്റിംഗ് 5 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, ഇങ്ങനെ പല റേറ്റിലുള്ള സ്റ്റാർ റേറ്റിംഗ് ഉള്ള ACകളുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം. അതേമാതിരി നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ച്, സ്ഥലത്തിനനുസരിച്ചിട്ട് ആ റൂം അപ്സ്റ്റെയറിലാണോ ഗ്രൗണ്ട് ഫ്ലോറിലാണോ, ഇങ്ങനെ കുറേ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എത്ര യൂണിറ്റ് കറണ്ട് എടുക്കുമെന്നുള്ളത്. ശരാശരി നമുക്ക് 1 യൂണിറ്റ് മുതൽ ഒരു 1.5 യൂണിറ്റ് വരെയൊക്കെ കണക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ നമ്മൾ AC ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ശരാശരി ഒരു 7 മുതൽ 8 ആ റേഞ്ചിലൊക്കെ നമുക്ക് കറണ്ടിൻ്റെ ഉപയോഗം വരും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അതായത് നമ്മുടെ വീടിൻ്റെയൊക്കെ പുറം ചുമരുകൾ പരമാവധി വൈറ്റ് കളറാക്കാനും അതിൽ നേരത്തെ ഷെയ്ഡുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ റൂമിലുള്ള ACയുടെ ടെമ്പറേച്ചർ 24 ഡിഗ്രി എന്ന് പറയുന്ന ആ ഡീഫാൾട്ട് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ 24 ഡിഗ്രിയിൽ നിന്നേക്കും താഴെ പോയി കഴിഞ്ഞാൽ, അത് 18, 19, 20 അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ 24 നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 24 ഡിഗ്രി എന്നത് നമ്മൾ ഡീഫാൾട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 24 ഡിഗ്രിയോ അല്ലെങ്കിൽ മുകളിലേക്കോ നമുക്ക് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. നമ്മൾ വാഹനങ്ങളുടെയൊക്കെ മൈലേജ് പറയാറുണ്ട്. എങ്ങനെ നമ്മൾ വാഹനങ്ങളുടെ മൈലേജ് പറയുക? ഒരു പ്രത്യേക കിലോമീറ്റർ വേഗതയിൽ പോയി കഴിയുമ്പോഴാണ് മാക്സിമം മൈലേജ് കിട്ടുക എന്ന് പറയും, അല്ലേ? ഒരു 45 to 50 കിലോമീറ്ററൊക്കെ പെർ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടുമെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് 24 ഡിഗ്രി വെക്കുമ്പോഴാണ് ഒരു ACക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുക എന്നുള്ളതാണ്. അതിനേക്കാൾ നമ്മൾ കുറച്ചും കൂടി 24, 25, 26, 27, 24 ഡിഗ്രി മുതൽ ഒരു 27 ഡിഗ്രി ആ റേഞ്ചിൽ നമ്മൾ ACയുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു 26 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൂളിംഗ് കിട്ടും. 24 ഡിഗ്രിനേക്കാളും താഴേക്ക് പോകുമ്പോൾ കൂളിംഗ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും അത് ACയുടെ കംപ്രസറിൻ്റെ വർക്കിംഗ് കൂട്ടാൻ കാരണമാവുകയും അതുവഴി നമ്മൾ കറണ്ടിൻ്റെ ഉപയോഗം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ 24 ഡിഗ്രിക്കോ അതിന് മുകളിലോ നമ്മൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ACയുടെ ഫിൽറ്റർ നമ്മൾ മാസത്തിൽ 1 തവണയെങ്കിലും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ AC വെക്കുന്ന റൂമിൽ ഫിലമെൻ്റ് ബൾബുകൾ പോലെയുള്ള ചൂട് പുറപ്പെടുവിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്.
അതേപോലെ നമ്മൾ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എ സിയുടെ കണ്ടൻസർ യൂണിറ്റ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാം. നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂടും വെയിലൊക്കെ ലഭിക്കുന്ന ഒരു ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം. അതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ നമ്മുടെ കണ്ടൻസർ യൂണിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് ചൂട് ആ ഭാഗത്ത് വരുമ്പോൾ ഈ കംപ്രസറിൻ്റെ ഒക്കെ സ്ട്രെയിൻ കൂടും. അപ്പോൾ അത് കൂടുതൽ കറണ്ട് അത് ഉപയോഗിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പരമാവധി നമ്മുടെ വീടിൻ്റെ ഒക്കെ സൗകര്യം നോക്കിയിട്ട് നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും എ സി ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം കറണ്ട് കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ റൂമിൻ്റെ വലുപ്പവും നമ്മുടെ നാട്ടിലുള്ള നമ്മൾ എ സി വെക്കുന്ന സ്ഥലത്തുള്ള ടെമ്പറേച്ചറും ഒക്കെ നിർണായക ഘടകങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഏത് സമയത്താണ് എ സി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ ഒരു രാത്രി ഒരു 9 മണിക്ക് ശേഷമൊക്കെയാണ് നമ്മൾ എ സി ഉപയോഗിക്കുന്നുണ്ടാവുക. ഇനി ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എ സി ഒരു 18 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെ വെച്ചിട്ട് റൂമിനെ നല്ല തണുപ്പിച്ചതിന് ശേഷം എ സി ഓഫാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫാൻ ഓണാക്കുന്ന ഒരു പ്രവണത. അത് ശരിക്കും പറഞ്ഞ് നമുക്ക് ശരീരത്തിന് ദോഷമാണ് ചെയ്യാം. അതേസമയം നമ്മൾ എ സിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഓഫാക്കിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഓണാക്കുക എന്ന് പറയുമ്പോൾ അത് കറണ്ടിൻ്റെ ഉപയോഗം കൂട്ടാനേ കാരണമാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എ സി ഒരു കാരണവശാലും ഓൺ ചെയ്ത ഉടനെ തന്നെ 18 ഡിഗ്രി അല്ലെങ്കിൽ 19 ഡിഗ്രി 20 ഡിഗ്രി അത്രയും താഴെയുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പാടില്ല. നോർമലി നമ്മൾ ഡീഫോൾട്ട് ടെമ്പറേച്ചർ ആയിട്ടുള്ള 24 ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു കൂളിംഗ് ആയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ താഴേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ 18 ഡിഗ്രി ആക്കി വയ്ക്കാം. ഈ 18 എന്നൊക്കെ പറയുന്നത് മാക്സിമമാണ്. ആ സമയത്താണ് എ സി ഏറ്റവും മാക്സിമം കറണ്ട് എടുക്കുക എന്നുള്ള ഒരു കാര്യവും. അത് മാത്രമല്ല എ സിയുടെ ലൈഫിനെ പോലും ശരിക്കും അത് ബാധിക്കുമെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എത്രത്തോളം ടെമ്പറേച്ചർ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നു അത്രത്തോളം നമ്മുടെ എ സിയുടെയൊക്കെ അതിൻ്റെ എഫിഷ്യൻസിയെയും അതേപോലെ തന്നെ അതിൻ്റെ ലൈഫിനെയൊക്കെ അത് ബാധിക്കും. കാരണം ആ ടെമ്പറേച്ചർ താഴേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ 18 ഡിഗ്രിക്ക് ആക്കുന്ന സമയത്ത് നമ്മുടെ കംപ്രസർ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡും അതിനനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കംഫർട്ടായിട്ടുള്ള 24 ഡിഗ്രി അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാക്സിമം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. KSEBയുടെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും രാത്രി കാലങ്ങളിലൊക്കെ കറണ്ടിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഈ ദിവസം കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഈ ഒരു മാർച്ച് മാസമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വർഷം കറണ്ടിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുള്ള കാരണം ഒന്ന് ചൂട് കൂടി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ നമുക്ക് ആവശ്യമുള്ള കറണ്ട് പൂർണ്ണമായിട്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പുറമെന്ന് കറണ്ട് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. അത് KSEBയെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. മാത്രമല്ല ട്രാൻസ്ഫോമർ പോലെയുള്ള ഉപകരണങ്ങൾ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നമൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ KSEBയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും പരമാവധി വൈകുന്നേര സമയങ്ങളിൽ കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഈ അയൺ ബോക്സ്, മിക്സി, ഗ്രൈൻഡർ, മോട്ടോർ, വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ, അതേപോലെ തന്നെ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ പരമാവധി വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം എ സി നമുക്ക് ചൂടുള്ള സമയത്താണ് ഉപയോഗിക്കേണ്ടി വരിക. അതുകൊണ്ട് രാത്രി ഉപയോഗിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അത്യാവശ്യം രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കേണ്ടാത്ത ഉപകരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് വെള്ളം പമ്പ് ചെയ്യണം, നമുക്ക് പകൽ സമയങ്ങളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അയൺ ചെയ്യണം, പകൽ സമയങ്ങളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതേമാതിരി നമുക്ക് അരയ്ക്കാനോ പൊടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ മിക്സിയും ഗ്രൈൻഡറൊക്കെ നമുക്ക് ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്ത് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജ് വൈകുന്നേരം ഒരു 6 to 10 അതിനിടയ്ക്കുള്ള ഒരു 3 മണിക്കൂർ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ലും കുറയും. അതുമാത്രമല്ല സർക്കാരിനും അത് ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും KSEBയോട് പരമാവധി സഹകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.